എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്. നമ്മൾ ബിഗ് ബോസ് അഗ്നി പരീക്ഷ അവസാന ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് എനിക്ക് 8 പേരെ തിരഞ്ഞെടുക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ 8 പേരിലേക്ക് ആകാനായിട്ട് പോകുകയാണ്. അപ്പം അതിന് ആയിട്ട് ഇന്ന് എന്ന് പറയുന്നത് 4 പേര് പോകുന്നുണ്ട്. ഇന്ന് 4 പേര് പോകുന്നുണ്ട്. അപ്പം 16 പേര് നിന്നാണ് ഇനി 4 പേരും കൂടെ പോകുന്നത്. അപ്പം ഈ 40 പേരുണ്ടായിരുന്നത് ഇപ്പം അത് 16 പേരായി മാറി. അപ്പം ഇന്ന് ബിഗ് ബോസിൻ്റെ അടുത്തൊരു എപ്പിസോഡ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഹോട്ട്സ്റ്റാറിലൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ കാണാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഹോട്ട്സ്റ്റാറൊക്കെ എടുത്തിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ഇതിനകത്ത് മത്സരാർത്ഥികളെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ, ഈ ബിഗ് ബോസ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു ഷോ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ കുറച്ച് ദിവസം ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് അങ്ങ് അഡിക്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഞാനെങ്ങനെയാണ് ഇതിലേക്ക് വന്നത് കേട്ടോ. ഞാൻ ഇത് ആദ്യം വലിയതായിട്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. ഈ ഫസ്റ്റ് സീസൺ തൊട്ട് ആ സമയത്ത് ആദ്യം ഒന്നും കാണുന്നത് പിന്നെ പതുക്കെ വെച്ച് കണ്ടു തുടങ്ങിയ ഒരാളാണ്. പക്ഷേ ആ പതുക്കെ വെച്ച് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതങ്ങ് അഡിക്റ്റായി. എന്നെ പലരും കളിയാക്കാറുണ്ട്, എനിക്ക് വേറെ പണിയില്ല. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഷോ. അപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഷോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം ഇതിലെ അഗ്നി പരീക്ഷ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സാധാരണക്കാരായിട്ട് കുറേ ആൾക്കാരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരിൽ നിന്നും 8 പേരെ തിരഞ്ഞെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇനി അവർക്ക് നമുക്ക് വോട്ട് ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വോട്ട് ചെയ്ത് നമുക്ക് അവിടെ നിർത്താൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഈ അഗ്നി പരീക്ഷ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാര്യം വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ അവിടെ നിർത്താം. ഇത്രയും ദിവസം ജഡ്ജസിൻ്റെ തീരുമാനവും അവിടുത്തെ ഗെയിമിൻ്റെ കാര്യങ്ങളും നമുക്ക് പലരും പോയപ്പോൾ പലതും തോന്നിയിട്ടുണ്ട്, അവർ പോകണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പൂജയൊക്കെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ പൂജയുടെ ഓവറായിട്ടുള്ള ഇതുകൊണ്ടാണ് പൂജയൊക്കെ അതിൽ നിന്ന് പോയതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേണം എല്ലാം ഒരു മീഡിയം ലെവലിൽ വേണം ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ടല്ല. ഒത്തിരി ഓവറാവോ തീരെ പാവമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. എല്ലാം നമ്മളൊന്ന് ഒരു ഒഴുക്കുമട്ടിൽ അങ്ങ് പോയാൽ അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നതാണ്. പക്ഷേ പൂജയൊക്കെ ഇതിനകത്ത് വരേണ്ട ആളായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഓവറാണെന്ന് പറഞ്ഞാലും പുള്ളിക്കാരിയൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇതിൽ നിന്ന് പോയ പലരും നമുക്കതിനകത്ത് പോകേണ്ടവരല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വന്നേക്കുന്നത് ഇവരിൽ 2-3 പേര് എനിക്ക് ഇതായിട്ടുണ്ട്. അവർ വലിയ ഗെയിമിന് വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ പറയുന്നില്ല, അത് എൻ്റെ ഒരു ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വോട്ടിലൂടെ അറിയിക്കാതാണ്. അപ്പം അവർ ബാക്കിയുള്ളവർ ഇപ്പോൾ കുറച്ച് ബാക്കി 2-3 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അത് നല്ല ജെനുവിനായിട്ട് നല്ല ഇതായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ ഗെയിമൊക്കെ ഇങ്ങനെ ഷോ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ബിഗ് ബോസിൻ്റെ ഈ പ്രമോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സീരിയലാണെങ്കിലും ഒരു സിനിമ എഴുതക്കാളും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാറുള്ളത് ഇല്ലേ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് എന്നതാ അല്ലെങ്കിൽ അത് ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ആയിരിക്കും നമ്മൾ പിറ്റേ ദിവസം ആ ഒരു വീഡിയോ കാണാനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു സീരിയലാണ് സിനിമകൾ കാണാനായിട്ട് നമ്മൾ പോകുക അല്ലെങ്കിൽ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ ഇന്നലെ കുറച്ച് പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇന്ന് ഗസ്റ്റായിട്ട് വരുന്ന ആരാന്നുള്ളത് അവരതിനകത്തൂടെ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഇത് ചെയ്യുന്നത്, ഈ എഡിറ്റ് ചെയ്യുന്നവരും ഈ ഒക്കെ എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. എഡിറ്റിംഗ് ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ പലരുടെയും മുഖങ്ങളല്ല, അവർ പേര് വിളിക്കുന്നവരുടെ മുഖങ്ങളല്ല ചിലപ്പോൾ കാണിക്കുന്നത്, വേറെ പലരുടെ ആയിരിക്കും കാണിക്കുന്നത്. അതാ എഡിറ്റിങ്ങിലൊക്കെ വരുന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഇത്രയും വലിയൊരു ഷോ ഒക്കെ അല്ലേ, അതിലൊക്കെ നല്ലതായിട്ടൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇറക്കിയാലല്ലേ ആൾക്കാർക്ക് ഒന്ന് കണ്ടിരിക്കാൻ തോന്നുള്ളൂ. ഇതിൽ ഇന്നലെ കാണിച്ചായിരുന്നു നാദിറയും സെറീനയും വരുന്നതെന്നുള്ളത് ഇന്നലെ കാണിച്ചു. പിന്നെ ഇന്ന് നമുക്കത് കാണുമ്പോഴത്തേക്ക് ഗസ്റ്റ് ആരാന്നുള്ളത് നമ്മൾ ഊഹിച്ചെടുത്തു. അതേസമയം റെനീഷ് ചോദിക്കുന്നുണ്ട്, ഇത് ആരാന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥിയോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഇത് കാണിച്ച് വെച്ച് നമ്മൾ ഇന്നത് അറിയുവാണെങ്കിൽ നമുക്കൊരു ഇത് തോന്നും, ആരാണ് ഇന്ന് വന്നിരിക്കുന്ന ഗസ്റ്റ് എന്നറിയാനായിട്ട്. പക്ഷെ അവർ ഇന്നലെ അതൊക്കെ തന്നെ കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നിപ്പോൾ ഗസ്റ്റിനെ നമ്മൾ പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാദിറയും സെറീനയാണ് വന്നിരിക്കുന്നത്, അവർ രണ്ടുപേരുമാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ നാദിറ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, പുള്ളിക്കാരി ഒരു കോമഡി പീസാണ്. കാര്യം നല്ല കണ്ടന്റുകൾ വായിന്ന് നല്ല രീതിക്ക് നമ്മൾ ബിഗ് ബോസിൻ്റെ സമയത്ത് നമ്മൾ ശരിക്കും ആ കടല ആ ഒരു ഇത് ലാലേട്ടൻ പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ സൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുന്നപ്പോഴത്തേക്ക് അത് അടിപൊളിയായിരുന്നു കേട്ടോ. അന്ന് അത് പിന്നെ ഒരുപാട് പുറത്തേക്ക് വന്ന ഒരു എപ്പിസോഡായിരുന്നു ആ ഒരു ഇത്. ഈ നാദിറ ആ ഒരു കവിത ചൊല്ലുന്നത് കടലയുടെ നല്ല രസമായിരുന്നു. അത് ഇപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പാട്ടുകളൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാദിറ അതിനകത്ത് ഒരു നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. അപ്പം നാദിറ വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തെ അഖിൽമാരാര് നാദിറ ഈ റെനീഷയൊക്കെ ഒരേ സീസണിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പം പിന്നെ സെറീനയൊക്കെ ഇവരൊക്കെ ഒരേ സീസണിൽ ഉണ്ടായിരുന്നവരാണ്. റിയാസ് വന്നു, അഖിൽമാരാര് വന്നു, രഞ്ജിനി വന്നു, ഇവരെല്ലാവരും വന്നു. പിന്നെ ഈ പ്രാവശ്യം ഇതുപോലെ തന്നെ മാസ്ക് ആ ഒരു സംഭവം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യം വന്നത് പ്രണവായിരുന്നു. പ്രണവിനോട് സിനിമയുടെ ഇതായിരുന്നു ചോദിച്ചത്. പ്രണവ് സിനിമയുടെ കാര്യങ്ങളും അതൊക്കെ പ്രണവ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സിനിമയിലേക്ക് പോകുന്നതിൻ്റെ കാര്യം അതിനകത്ത് ഈ പ്രണവിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറയുന്നൊരു കാര്യമുണ്ട്. ഈ റിയാസ് പ്രണവിൻ്റെ ഈ സിനിമയുടെ കാര്യങ്ങൾ പറയുന്നതാണ്. ഈ സിനിമയിലേക്കെന്ന് പറഞ്ഞ് വരുന്നവരാരും ഇതിനകത്ത് കയറിപ്പോയി നമ്മൾ കണ്ടിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സിനിമയിൽ അഭിനയിക്കണം, സിനിമയിലേക്ക് വന്നാണ് എന്ന് പറഞ്ഞവരാരും ബിഗ് ബോസിൽ പിടിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് പ്രണവ് സിനിമയിൽ അഭിനയിക്കണം, ആ ഒരു മേഖലയാണ് പ്രണവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് പ്രണവിനകത്ത് ഇവരുടെ ഓരോരുത്തരെയും ആ ഇതിനനുസരിച്ചാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് ഓരോ കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഇവർ പറയണമെന്നുള്ളത്. പിന്നെ വന്നത്
സോനയായിരുന്നു. സോനയുടെ ധൈര്യത്തെ പറ്റിയായിരുന്നു. സോന സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടൊരു ലേഡിയാണ് കേട്ടോ. പുള്ളിക്കാരി എന്നതും ഉയർത്തി സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. നല്ല സൗണ്ടാണ്. കാര്യം ബിഗ് ബോസിൽ ചെന്നാലും പുള്ളിക്കാരുടെ സൗണ്ട് അവിടെ മുഴങ്ങി നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോന നല്ല സ്ട്രോങ് ആയിട്ട് സോനയ്ക്ക് പറയാനുള്ള കാര്യം, സോനയുടെ പ്രണയവും കല്യാണവും അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ സോനയും പറഞ്ഞ പ്രണയത്തിൻ്റെയും കല്യാണത്തിൻ്റെയും ഒക്കെ കാര്യം അമൃതയും പറഞ്ഞു. അതൊക്കെ ഈ പ്രണയിക്കുന്നവർക്കൊക്കെ അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ അവർ പ്രണയവും വിവാഹ ജീവിതവും രണ്ടാന്നുള്ളത് അവർ രണ്ടുപേർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ പ്രണയത്തെ പറ്റിയൊക്കെയാണ് ധൈര്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സോന പറഞ്ഞത് ആ ഒരു വിവാഹം കഴിച്ച് പോയതും അച്ഛൻ കൊടുത്ത ധൈര്യമാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ സോനയുടെ വീട്ടുകാർ സോന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സോന ഒരു അന്യമതക്കാരനെയാണ് വിവാഹം കഴിച്ചേക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് അവർ അംഗീകരിച്ചിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നാദിറയുടെ വിഷയം നമുക്കറിയാവുന്ന ബിഗ് ബോസിൽ നാദിറ അത് പറയുന്നുണ്ട്. ഈ ഒരു ഷോയിലൂടെ തിരിച്ച് ഫാമിലി കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ നാദിറ എന്ന് പറയുന്നത്. നാദിറയ്ക്ക് ഒരുപാട് വിഷമമായിരുന്നു നാദിറയുടെ ഫാമിലിയെ പറ്റി പറയുമ്പോഴേക്ക് ചെയ്യുമ്പോൾ ആരും അംഗീകരിക്കാത്ത കാര്യം. ഒരു ട്രാൻസ് വുമണാണ് നാദിറ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല. അതും ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അവരുടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെയുള്ള ഇതിൽ നിന്ന് വന്ന ഈ നാദിറ ഫാമിലിയെ പറ്റി പറഞ്ഞ് ഫാമിലി ആ വീക്കെൻഡ് ഈ നാദിറയുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വരുന്നു. നാദിറേനെ അവർ കൊണ്ടുപോകുന്നു. അതൊക്കെ നമുക്കും കൂടെ ഒക്കെ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അത് അവിടെയുള്ള മത്സരാർത്ഥിക്ക് മൊത്തം ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് നാദിറേനെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു നൂറയും ആദിൽ അവരുടെ ഫാമിലി വരണമെന്നും അവരെ അംഗീകരിക്കണമെന്നൊക്കെ ആ സമയത്ത് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷേ ഇവരുടെ ഈ നാദിറയുടെ ഫാമിലിയിൽ നിന്ന് വന്ന അനീതി വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു നാദിറയ്ക്ക്. അപ്പോൾ അതിനെപ്പറ്റി നാദിറ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഞാൻ ഈ ഷോയിൽ വന്നുള്ളവരോട് ആൾക്കാരൊക്കെ ഒരു നേട്ടങ്ങൾ ചോദിച്ചാൽ ഈ നാദിറയുടെയൊക്കെ അതൊക്കെ ഒരു നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലേറെ പ്രശ്നങ്ങളായിട്ട് പോയവരുമുണ്ട് ഇതിന് ശേഷം. എന്നാലും നാദിറ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പുറത്താക്കപ്പെടും പയ്യൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീടുമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്നിട്ട് ബിഗ് ബോസ് എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ അവരെന്നെ കാണുകയും എന്നെ മനസ്സിലാക്കി. കറക്റ്റാണ്. ബിഗ് ബോസ് എന്ന ഒറ്റയൊരു ഷോയിലൂടെ നാദിറയെ മനസ്സിലാവും. ഒരു പക്ഷേ ഈ ഒരു ഷോയിൽ നാദിറ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നാദിറയ്ക്ക് നാദിറയുടെ ഫാമിലി തിരിച്ച് കിട്ടുകയില്ലായിരുന്നു. തന്നെയല്ല നാദിറ സാമ്പത്തികമായിട്ടും ഒന്ന് മെച്ചപ്പെട്ടു, സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നാദിറയിൽ ബിഗ് ബോസിൽ നിന്ന് ശരിക്കും ഗുണങ്ങളാണ് നാദിറയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നാദിറയ്ക്ക് നടന്നിട്ടുള്ളത് നമുക്ക് പറയാം. ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി നാദിറേനെ. അങ്ങനെ നാദിറയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി കിട്ടിയത് തന്നെയാണ്. അത് ഈ ഒരു ഷോയുടെ ഒരു ഗുണം തന്നെയാണ് കേട്ടോ. ബിഗ് ബോസ് ഷോ വെറുക്കുന്നവരുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നത് അമൃതയാണ്. അമൃതയ്ക്ക് എനിക്കൊന്ന് അച്ഛൻ്റെ ഇതെന്ന് തോന്നുന്നു കൊടുത്തത് തോന്നുന്നു കേട്ടോ. അച്ഛൻ്റെ ഇത് കണ്ടു കൊടുത്ത്. അപ്പോൾ അതിനെപ്പറ്റി ഈ അമൃത കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമൃതയുടെയും പ്രണയവിവാഹമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ പുള്ളിയിൽ നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അവർ സെപ്പറേറ്റ് ആയ കാര്യങ്ങളും അങ്ങനെയൊക്കെ പിന്നെ അമൃതയുടെ ഫാദർ വിട്ടുപോയ കാര്യം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ അമൃത പറയുന്നത്. അമൃതയുടെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇവരെ അത്രയും പേരെ ഉള്ളായിരുന്നു ഈ മാസ്ക് എന്നുള്ള ഒരു ഇതിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി അവരുടെ മത്സരങ്ങളൊക്കെ തുടങ്ങുകയാണ്. ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പ്രാവശ്യം ഗെയിം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന്മാരെയല്ല തിരഞ്ഞെടുത്തത്, ലീഡർമാരെയാണ് തിരഞ്ഞെടുത്തത്. ലീഡർമാരെന്ന് പറഞ്ഞാൽ ഈ 16 പേരിൽ നിന്നും 4 ലീഡർമാരെയാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് 4 ടീമായിട്ടാണ് തിരിച്ചത്. ആ 4 ലീഡർമാരായിട്ട് വന്നത് താഷിയാണ് വന്നത്. താഷി അത് വെച്ചാൽ ഒരാൾ പേര് പറയുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ടീം ആ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് എത്ര പേര് കൈവക്കുന്നു അതനുസരിച്ച് ആളെ സെലക്ട് ചെയ്യണം. ആദ്യം താഷിയാണ് വന്നത്. താഷിയുടെ കൂടെ ടീമായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വൈശാഖും പ്രണവും അമൃതയായിരുന്നു താഷിയുടെ. ഇവർ 3 പേരെയാണ് ഇവരുടെ ടീമിലേക്ക് എടുക്കേണ്ടത്. അങ്ങനെ അവർ 3 പേരും ഈ താഷിയും കൂടെ കൂട്ടി 4 പേര് അതൊരു ടീമായിട്ട് മാറി. പിന്നെ ഷിബിനയുടെ ആയിരുന്നു. ഷിബിനയുടേതിനകത്ത് സോന ഉണ്ടായിരുന്നു, ശ്യാം ഉണ്ടായിരുന്നു, ഷിജിൻ ഉണ്ടായിരുന്നു. അത് അവർ തന്നെ ഈ ലീഡർമാർ തന്നെയാണ് അവർക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ആരെ നിങ്ങൾക്ക് വേണമെന്നുള്ളത് അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ തന്നെയാണ് പേര് വിളിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ രാകേഷായിരുന്നു. എല്ലാവരും രാകേഷ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. രാകേഷിന് ഒരുപാട് പ്രായമില്ല. രാകേഷിൻ്റെ ഏജ് ഒക്കെ ഇന്നത്തെ പറയുന്നുണ്ട് കേട്ടോ. രാകേഷായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിയുടെ താടിയൊക്കെ നരച്ചിരിക്കുന്നുണ്ടാണ് എല്ലാവരും ഒരു ചേട്ടൻ ഒരു ഇത് കൊടുത്തേക്കുന്നത്. പുള്ളിക്ക് താടിയൊക്കെ നരച്ചിരിക്കുന്നത് ചേട്ടൻ എന്നുള്ളൊരു സ്ഥാനം. അതുകൊണ്ട് അവിടെ ഉള്ളൊരു രാകേഷ് ഏട്ടാന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു രാകേഷ് ഏട്ടാന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. രാകേഷാണ് പിന്നെ ഉള്ളത്. രാകേഷാണ് ഒരു ലീഡറായിട്ട് വന്നിട്ടുള്ളത്. രാകേഷിൻ്റെ കൂടെ ഉള്ളത് ഷിജിൻ ലാൽ, ലോലിത, പൂജയാണ്. പൂജ നല്ലൊരു മത്സരാർത്ഥിയാണ് കേട്ടോ, ഒരു വീട്ടമ്മയാണ്. ലോലിത നല്ലതാണ് കേട്ടോ, കൊച്ചാന്ന് പറയാനും നല്ല ആക്റ്റീവാണ്. പുള്ളിക്കാരൻ അങ്ങനെ തിരഞ്ഞെടുത്തു. അവരെ 3 പേരെയും കൂടെ തിരഞ്ഞെടുത്തു. പിന്നെ ഇനിയുള്ളത് എൽദോയാണുള്ളത്. എൽദോയുടെ ടീമിലേക്ക് ഷാൻമോനെ എടുത്തു, അഭിയായ എടുത്തു, പിന്നെ അളകനന്ദ എടുത്തു. ഇത്രയും പേരാണ് ഈ എൽദോയുടെ ടീമിലുള്ളത്. അപ്പം ഇവരിങ്ങനെ ടീമെല്ലാം തിരിച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർക്കുള്ള ടാസ്ക് എന്നതാണെന്നുള്ളത് പറയുന്നത്. പക്ഷേ ഇതിൽ ലക്കായിട്ട് എനിക്ക് തോന്നിയത് എന്നാണെന്നറിയാമോ, ഷിബിനയുടെ ടീമിലേക്ക് തിരഞ്ഞെടുത്ത് ഷിജിനെയാണ്. ഷിജിന് നല്ല ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരി ഒരുപക്ഷെ ബുദ്ധിപൂർവ്വമായിരിക്കും ഷിജിനെ എടുത്തത്. കാര്യം ഇനിയിപ്പോൾ ഏത് ഗെയിമാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. എന്നാലും പൊക്കമുള്ള ഒരാൾ കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഷിജിനെ തിരഞ്ഞെടുത്തത്. അപ്പം നാദിറയാണ് ടാസ്കിനെ പറ്റി പറയാൻ വന്നത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കോൺ പോലെ ഇരിക്കുന്ന, റൗണ്ട് പോലെ ഇരിക്കുന്ന, ബോക്സ് പോലെ ഇരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് റിങ്ങും വെച്ചിട്ടുണ്ട്. റിങ്ങിനകത്തുള്ള സാധനങ്ങളാണ് ഇവരെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നിനും മുകളിലായിട്ട് ഇങ്ങനെ ഗോപുരം പോലെ വെക്കുക. അത് താഴെ വീഴാൻ പാടില്ല. എത്രയും കൂടുതൽ ഹൈറ്റിൽ ആര് വെക്കുന്നു അവരാണ് വിൻ ചെയ്യുന്നത്. അതാണ്. അങ്ങനെ നാദിറ വന്ന് ടാസ്ക് ഒക്കെ വായിച്ചു. അവർ ആദ്യമേ ഇതിലേക്ക് വന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ
താഷിയുടെ ടീമും എൽദോയുടെ ടീമുമാണ് വന്നത്. അപ്പോൾ രണ്ടുപേരും 2 സെക്ഷനായിട്ട് നിന്നു. ഇതിൽ ഈ താഷിയുടെ ടീമിലുള്ളവരൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത്. ഇത് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കോളമുണ്ട്, കോളത്തിൻ്റെ അവിടെ നിൽക്കുക. ഈ താഷി ആ കോളത്തിനകത്ത് നിന്നാണ് ആ ഒരു എത്രയോ ഹൈറ്റിൽ ആ ഒരു സാധനം കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ച് ഹൈറ്റ് വെക്കേണ്ടത്. അപ്പം ഇവരുടെ അവിടെ നിൽക്കുന്നവർക്ക് ഒന്നിച്ച് പോയി ഓടിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഒരാൾ പോയി ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് അടുത്തയാൾക്ക് കൈ കൊടുത്ത് പാസ് കൊടുത്ത് വേണം അടുത്തയാൾ പോകാനായിട്ട്. അങ്ങനെയാണ് ഇവർ ഈ ഗെയിം എടുത്തേക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഒരാൾക്ക് പോയി ഒരു സാധനം എടുക്കുന്നവരുടെ മൈൻഡ് പോലെ ഇരിക്കും. കാര്യം അത് എന്നതാണ് ഗെയിം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതിന് അവർ ആദ്യമേ എടുത്തുകൊണ്ട് കൊടുക്കേണ്ട സാധനങ്ങൾ അതിൽ ഏറ്റവും അടിയിൽ ഏത് വെച്ചാലാണ് അതിനൊരു ഉറപ്പ് കിട്ടുന്നത്. അങ്ങനെയാണ്. അങ്ങനെ 2 ടീമിൽ നിന്ന് ഒരേ സമയം തന്നെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ടീമിൽ നിന്നും കാര്യങ്ങളെല്ലാം ചെയ്തു. താഷിയുടെ കൊണ്ടുവന്നു, പക്ഷെങ്കിൽ അത് മറിഞ്ഞ് താഴെ പോയി. ഇതിൽ ജയിച്ചത് എൽദോയുടെ ടീമാണ് ജയിച്ചത്. പക്ഷേ എൽദോയുടെ ടീം ലോക പരാജയമായിരുന്നു. ലോക പരാജയം എന്ന് പറഞ്ഞാൽ എൽദോയുടെ ടീമിലുള്ളവർ ആരും ഈ എൽദോയ്ക്ക് വേണ്ട ആ ഒരു പ്രോപ്പർട്ടി ഒന്നും എടുത്തുകൊണ്ട് കൊടുത്തിരുന്നില്ല. എൽദോ കിട്ടുന്നത് വെച്ച് എൽദോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. പിന്നെ എൽദോയുടെ ഒരു മൈൻഡ് വെച്ചാണ് എൽദോ സെറ്റ് ആ ഒരു ഗെയിം ജയിച്ചെന്ന് പറഞ്ഞാൽ അത് എൽദോയുടെ മാത്രം ഒരു കഴിവതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അയാളെ സപ്പോർട്ട് ചെയ്ത ആ ടീം വർക്കിൻ്റെ ഇതുകൊണ്ടല്ല ജയിച്ചത്. കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നിനും കൊള്ളില്ലാത്ത സാധനങ്ങളായിരുന്നു. ഒരു തരത്തിലും വെക്കാൻ പറ്റത്തില്ല. കിടന്ന് ഓടുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ എൽദോയുടെ ടീമാണ് ജയിച്ചത്. അത് വിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ വിൻ ചെയ്ത ടീമിൽ തന്നെ ഔട്ട് ഹൗസിലേക്ക് പോയവരുണ്ട്. തോറ്റ ടീമിൽ നിന്നും ഔട്ട് ഹൗസിലേക്ക് പോയതുണ്ട്. അപ്പോൾ ഈ വിൻ ചെയ്ത ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് പോയത് അഭിയായും പോയി, അളകനന്ദയും പോയി. വിൻ ചെയ്ത ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് പോയി. പിന്നെ പോയത് താഷിയുടെ ടീമിൽ നിന്ന് പോയത് വൈശാഖ് പോയി, പിന്നെ പ്രണവും പോയി. ഇവർ രണ്ടുപേരും ഔട്ട് ഹൗസിലേക്ക് പോയി. അങ്ങനെ ആ ഒരു ടീമിൽ നിന്ന് അത്രയും പേര് ഔട്ട് ഹൗസിലേക്ക് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാകേഷിൻ്റെ ടീമും ശിവനയുടെ ടീമും കൂടെയാണ് അവർ രണ്ടും കൂടെയാണ് മത്സരിച്ചത്. അതിൽ രാകേഷിൻ്റെ ടീമാണ് പൊട്ടിപ്പോയത്. അത് നമുക്കറിയാം. ഈ രാകേഷിൻ്റെ ടീം ശ്രമിച്ചു കിട്ടില്ലെന്നല്ല, അത് അവർ നല്ലപോലെ ഈ ഒരു ടീം നല്ല രീതിക്ക് ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി. നല്ല രീതിക്ക് ഇതായിരുന്നു. അവർ ആ ഒരു ഗോപുരമൊക്കെ രാകേഷിൻ്റെ എല്ലാം സെറ്റാക്കി എല്ലാം എടുത്തു. ഈ ഷിബിനയുടെ ടീമിൽ ഞാൻ പറയും ഷിജിനുള്ളതുകൊണ്ട്, ഷിജി നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട്, പിന്നെ ഷിജിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള രീതി കൊണ്ടൊക്കെ അവരുടെ ടീം ജയിച്ചു. അങ്ങനെ 2 ടീമിൽ നിന്നും ഗെയിം എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി ഔട്ട് ഹൗസിലോട്ട് പോയവരെല്ലാം വിളിക്കുമായിരുന്നു. വിളിച്ച് വെച്ച് അവർക്ക് പിന്നെയും ഒരു ഗെയിം കൊടുത്തിരുന്നു. ഇത്രയും പേരെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഒരു ഗെയിമും കൂടെ കൊടുത്തു. ആ ഗെയിം കൊടുത്തത് ഒരു ബൗളിനകത്ത് കുറച്ച് പേപ്പർ ഇങ്ങനെ ഇടുക, എടുത്തേച്ച് അതിനകത്തുനിന്ന് എടുത്ത് ഓരോരുത്തരും ഓരോ ഇപ്പോൾ ഫേക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ബോറിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഓരോന്ന് ഇവരെടുത്ത് ഓരോന്ന് എടുക്കുക. അതിലേതാണോ വന്നിരിക്കുന്നത് വെച്ചാൽ അതിൽ നിന്നൊരു 7 പേരാണ് ഇവർ ഔട്ട് ഹൗസിലോട്ട് പോയവർ മുഴുവനും. അപ്പോൾ അതിൽ നിന്നുള്ളവരെന്ന് വെച്ചാൽ ഓരോരുത്തരെ പറയാം. അതിൽ പറഞ്ഞതിൽ എല്ലാവരും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പ്രണവ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അമൃത പറഞ്ഞിട്ടുണ്ട്, അളകനന്ദ പറഞ്ഞിട്ടുണ്ട്, വൈശാഖ് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും വരാതെ പോയ 2 പേരാണുള്ളത്. രാകേഷും ലോലിതയും മാത്രമാണ് ഇതിനകത്ത് പെടാതെ പോയത്. അവർ 2 പേരും മാത്രം ഇവരാരും ഒന്നും പറയും. പക്ഷെ അവർ ഇതിനകത്തുനിന്ന് ഓരോ പേപ്പർ എടുത്ത് അതിനകത്ത് ഓരോരുത്തർ പറഞ്ഞു. പക്ഷെ അവർ 2 പേരും മാത്രം ഈ കൂട്ടത്തിലുള്ള ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവർ മാത്രം ഇത് പെട്ടില്ലായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഇത് പെട്ട്. പക്ഷേ എല്ലാവരും ഇത് പെട്ടെന്ന് പറഞ്ഞാലും അവർക്ക് വീണ്ടും ഒരു ഗെയിം കൂടെ ഉണ്ടല്ലോ, ഇതിലേക്ക് സെലക്ട് ആയില്ലയോ എന്നൊക്കെ ഉള്ളതിൻ്റെ അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബോക്സ് വെച്ചിട്ട് ബോക്സിനകത്ത് കളർ കൊടുക്കുക. കളർ കൊടുത്തേച്ച് ഓരോരുത്തരതിനകത്ത് കൈയിടാൻ പറയാം. പിന്നെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് വൈശാഖിൻ്റെതായിരുന്നു. വൈശാഖ് ഔട്ടായിപ്പോയി. അത് കഴിഞ്ഞേച്ച് വന്നിരിക്കുന്നത് രാകേഷാണ്. രാകേഷ് സേവായി. പിന്നെ വന്നിരിക്കുന്നത് പ്രണവായിരുന്നു. പ്രണവ് ഔട്ടായി. അത് കഴിഞ്ഞേച്ച് പിന്നെ വന്നിരിക്കുന്നത് ലോലിറ്റയാണ്. ലോലിറ്റയും സേവായി. ലോലിറ്റയും ഈ രാകേഷൊക്കെ സേവ് ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് അമൃതയാണ്. അമൃത ഔട്ടായി. പിന്നെ വന്നിരിക്കുന്നത് ശ്യാമാണ്. ശ്യാം സേവായി കേട്ടോ. ശ്യാം ഞാൻ ഓർത്ത് ഔട്ടാവുമായിരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ശ്യാം സേവായി. പിന്നെ ഉണ്ടായിരുന്നത് അളകനന്ദയാണ്. അളകനന്ദ ഔട്ടാവുകയാണ് ചെയ്തത്. പക്ഷേ ഇവരൊക്കെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഗെയിമിൻ്റെ സമയത്തൊക്കെ ശരിക്കും ഇവർ ഉപയോഗിക്കുന്നില്ല. ഇവർക്ക് കിട്ടുന്ന ആ ഒരു സ്പേസൊക്കെ. പക്ഷേ ഇവരൊക്കെ പിന്നെ വന്നിച്ച് ഇൻസ്റ്റയിൽ വന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരതിനകത്ത് അത് ചെയ്തു ഇത് ചെയ്തു, അതൊന്നും പുറത്തേക്ക് വിടുന്നില്ല, അവരതൊന്നും കാണിക്കുന്നില്ല, ഇവരെ കാണിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞ ഒത്തിരി പേര്. പക്ഷേ ഈ ഗെയിം കഴിഞ്ഞേച്ച് വന്നേച്ച് ഇവർ ആ ഷോയെ പറ്റി കുറ്റം പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത്രയും പേര് പോയതിൽ ഈ 40 പേരുള്ള കൂട്ടത്തിൽ നിങ്ങൾക്കും അതിനകത്ത് കയറാൻ പറ്റിയില്ലേ? അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിനകത്ത് കയറാൻ പറ്റാതെ പോയ എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ ഇതൊരു ഗെയിമാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ജയിക്കും തോക്കും. എല്ലാവർക്കും ഒന്നിച്ച് ജയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിൽ നിന്ന് ഔട്ടായി പോയവർ പുറത്ത് വന്നിച്ച് ഇതിനെപ്പറ്റി ഒരുപാട് നേരത്തേക്ക് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ആ ഷോയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങാണ്ട് 1 വർഷത്തേക്ക് എങ്ങാണ്ട് ആ ഷോയെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെയുണ്ട്. പക്ഷേ ഇത് ഈ പ്രാവശ്യം അങ്ങനെ അല്ല ഇതിൽ നിന്ന് വന്നേക്കുന്നവർ കാണിച്ചേക്കുന്നത്. അവർ ശരിക്കും ആ ഒരു ഗെയിമിനെയും ആ ഒരു ഷോയും മോശമാകുന്ന രീതിയിലുള്ള സംസാരം പലരും പറയുന്നുണ്ട്. ഈ ഒരു ഷോ എന്നൊക്കെ പറഞ്ഞാൽ കഴിവ് മാത്രമല്ല കുറച്ച് ലക്കും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അത് കയറി പോകാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് എത്രയും പേര് വന്നതിൽ ഈ 4 പേരും കൂടെ ഔട്ടായി കഴിയുമ്പോഴത്തേക്ക് ഇനി 12 പേരേ ഉള്ളൂ കേട്ടോ. ഈ 40 പേര് വന്നതിൽ 12 പേരായി ഇത് ചുരുങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ 12 പേരിൽ ഇനി ഇത്രയും പേർക്ക് ഇനിയും ഇതിനകത്ത് ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കൂടാതെ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമുക്കിപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ വന്നിട്ടുണ്ട്. അപ്പം അതിന് ജിയോ ഹോട്ട്സ്റ്റാർ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ബിഗ് ബോസ് മലയാള സീസൺ 8 അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ ആ ഒരു ഇതെടുക്കുക. എന്നിട്ട് അതിൻ്റെ പേജിൽ വോട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കുറേ മത്സരാർത്ഥികളെ കാണിക്കും. അപ്പം അതിലേക്ക് നമ്മൾ ബിഗ് ബോസിൻ്റെ ഷോയ്ക്ക് നമ്മൾ വോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാം. അതിലിപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും പേരാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിലേക്ക് വന്നേക്കുന്നത് അഭിയയാണ്. അഭിയ വലിയ കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കേണ്ട, അത് എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇതിന് സെലക്ട് ചെയ്യുക. അഭിയ വലിയ കുഴപ്പമൊന്നുമുള്ളതല്ല, എൽദോയും നല്ലതാണ്. ഇതിലിപ്പോൾ ഈ വന്നേക്കുന്നതിൽ എല്ലാവരും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. എൽദോയാണ്. പിന്നെ ലോലിറ്റയൊക്കെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം അതിനകത്ത് ഗെയിമിന് വേണ്ടി കിടന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ലോലിറ്റയൊക്കെ. പിന്നെ പൂജയാണേലും ഒരു വീട്ടമ്മയാണേലും അതിൻ്റെതായ ഇതൊന്നും പൂജ കാണിച്ചിട്ടില്ല. പൂജ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനകത്ത് ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൂജയും കുഴപ്പമില്ല. പിന്നെ രാകേഷ് ഏട്ടൻ വന്ന സമയം മുതൽ നമുക്കറിയാവുന്നതാണ്. പുള്ളിയാണേലും നല്ലൊരു കോമഡി പീസാണ്. ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നാലും നമുക്കൊരു നിവിന് പകരമായിട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു ടീം തന്നെയാണ് ഈ രാകേഷ് ഏട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു നമുക്ക് ആ ഷോയ്ക്ക് ഒരിച്ചിരി ചിരിക്കാനും, ഈ ഷോ എന്ന് പറയുമ്പോൾ മൊത്തം അടിയും മുഴക്കം വെള്ളമൊക്കെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചിരിക്കാനും പറയാനൊക്കെ വേണ്ടേ, അതൊക്കെ തരാനായിട്ട് ഈ രാകേഷിനെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഷാമോനും കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഷാമോനും നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. പിന്നെ ഷിബിന കുഴപ്പമില്ല, എവിടെയൊക്കെയോ കുഴപ്പമില്ല. അതുങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഷിജിനും കുഴപ്പമില്ല. ഷിബിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഷിജിനും കുഴപ്പമില്ല. പിന്നെ ഷിജിലാലും ഒക്കെ നിങ്ങളൊക്കെ ഇതിലേക്ക് ആര് വരണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇവരൊക്കെ ഗെയിമിലൊക്കെ എങ്ങനെയുണ്ട്, ഇതിനകത്ത് ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. ഇതിൽ നിന്ന് തന്നെയാണെങ്കിൽ എനിക്കൊന്ന് 4 പേരും കൂടെ ഇനി പോകും, അതിനൊരു സംശയമില്ല. 4 പേരും കൂടെ പോകും. അതിൽ ബാക്കി വരുന്ന 8 പേരായിരിക്കാം ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. അതായിരിക്കാം സംഭവിക്കാൻ സാധ്യത. ഇനി ആ 8 പേര് കുറയുമെന്ന് എനിക്കറിയില്ല. ആ 8 പേരുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 40 പേരിൽ നിന്നും 12 പേരായിട്ട് ഇത് ചുരുങ്ങി. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ വോട്ട് ചെയ്ത് ഇപ്പോൾ ആ ഗെയിം അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇപ്പോൾ ഔട്ട് ആകേണ്ട ഒരു ഇത് വന്നാലും നമ്മൾ ബിഗ് ബോസിലും അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾ സേവ് ആകുന്ന പോലെ അതിനകത്ത് സേവ് ആയിക്കോളും നിങ്ങൾ വോട്ട് ചെയ്താൽ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വോട്ട് ചെയ്ത് തുടങ്ങുക. വോട്ട് ചെയ്യാൻ ആരും മടിക്കാതിരിക്കുക. ഈ ഷോയെ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ആരാണ് ഇതിലേക്ക് ബിഗ് ബോസിൽ ആ വീടിനകത്തേക്ക് കയറി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആൾക്ക് വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് ചിലപ്പോൾ ഷിബിനി ആയിരിക്കാം, ഷിജിനായിരിക്കാം, രാകേഷ് ആയിരിക്കാം, പൂജയായിരിക്കാം, ആര് വേണേലും ആയിരിക്കാം. നിങ്ങൾക്കത് ഇഷ്ടമുള്ള ആരാന്ന് വെച്ചാൽ അവരെ വോട്ട് ചെയ്യുക. അവരെ വോട്ട് ചെയ്ത് അകത്തേക്ക് കയറ്റി വിടുക. എന്നാണേലും അഗ്നിപരീക്ഷ ആദ്യമൊക്കെ വലിയൊരിതാന്ന് പറഞ്ഞാലും ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഇതിനകത്ത് പല മത്സരാർത്ഥികളെയും നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞു. പലരെയും ഇതിൽ നിന്നിപ്പോൾ ഔട്ടായി പോയവരാന്ന് പറഞ്ഞാലും അവരും നമ്മുടെ മനസ്സിലുണ്ട്, അവരെയും നമ്മൾ അറിയുന്നുണ്ട്. ശരിക്കും ഒരു ബിഗ് ബോസ് ഷോയിലെ അതേ ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നത് തന്നെ ഇവരെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. നല്ല ഒരു ഇത് തന്നെയാണ് ഇപ്രാവശ്യത്തെ. ഈ ആദ്യമൊക്കെ എന്തോ ഇതുപോലെ തോന്നി, ഇവരെന്നാണ് കാണിക്കുന്നത്, ഇതിനകത്ത് എന്നാണ് ചെയ്യുന്നത് നിങ്ങൾ. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഈ ഷോ തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയല്ല. പക്ഷേ ഇത് കണ്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളിതിന് അഡിക്റ്റ് ആയിപ്പോവും. ഇതിൽ ആരായിരിക്കും നാളെ വരുന്നത്, ആരായിരിക്കും ഔട്ടായി പോകുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം നാളെയും വരുന്നവരെ ആരുടെയൊക്കെ ഗസ്റ്റായിട്ട് വരുന്നവരൊക്കെ കാണിച്ചില്ല ഏതാണ്ടൊക്കെ അതുണ്ട്. അപ്പം ഈ എഡിറ്റ് ചെയ്യുന്നവർ ഈ നാളെ വരുന്ന ഗസ്റ്റ് ആരാ എന്നുള്ളത് ഇങ്ങനെ നേരത്തെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ അതിനുള്ള താഴെ പോകും, ഇനിയാളല്ലേ വരുന്നത് എന്ന് തോന്നും. പക്ഷെ നമ്മൾ പ്രതീക്ഷയുടെ നമ്മളിത് ആരായിരിക്കുന്ന ഗസ്റ്റ് എന്നുള്ള ആ ഒരു ആകാംക്ഷയോടുള്ള ഇരിപ്പ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ശരികളായിരിക്കണമെന്നില്ല, നിങ്ങളുടെ ശരികൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.